മാനസാന്തരപ്പെട്ട്. എവിടെയെങ്കിലും വീണുപോയി എന്ന് തോന്നിയാൽ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്നത് നാം രക്ഷിക്കപ്പെടുന്ന ആ കാലങ്ങളിലുള്ള, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന ആ കാലങ്ങളിൽ മാത്രമുള്ള ഒരു നടപ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല, നീ മാനസാന്തരപ്പെട്ട്, മാനസാന്തരം കൂടെ വേണം. മനസ്സിൻ്റെ നവീകരണം എന്നും വേണം. പുതിയ നിയമം പറയുന്നത് ആത്മാവിൻ്റെ നവീകരണത്തിലേക്ക് നിങ്ങൾ വരയണം. വീണ്ടും വീണ്ടും നമ്മെ തന്നെ നവീകരിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉടുപ്പ് ഒരു ആഴ്ച അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്നുകൂടെ കഴുകി വീണ്ടും അത് ഒന്നുകൂടെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പുതിയതുപോലെ തോന്നും. പുതിയതുപോലെ തോന്നും. ഒരു നവീകരണം ആ ഉടുപ്പിന് ആവശ്യമാണ്. ഉടുപ്പ് മാറത്തില്ല. ഉടുപ്പ് മാറണമെങ്കിൽ അതിന് കേടുവരും, അതുവരെ അത് മാറത്തില്ല. എന്നാൽ നവീകരണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, കുളിച്ചിരിക്കുന്നവരായ നിങ്ങളെ രണ്ടാമത് തല മുതൽ ഒന്നുകൂടെ കുളിപ്പിക്കേണ്ട കാര്യമില്ല, എങ്കിലും നടന്ന് നിങ്ങളുടെ കാലൊന്ന് കഴുകിയേ മതിയാവും. നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനോടൊന്ന് അടുത്തു വരാം. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ചോരയും വെള്ളവും ഒരുമിച്ചൊഴുകിയെന്ന് വായിക്കുന്ന ചോരയിൽ നമ്മൾ ഒരിക്കലായി കുളിച്ചവരാ. എന്നാൽ ആ വെള്ളത്തിൽ കൂടെ നമ്മുടെ കാലുകൾ കഴുകി വേണം വരാൻ. കർത്താവിൻ്റെ തിരുമേശയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനവനെ സ്വയശോധന ചെയ്യണം എന്ന് തിരുവചനം പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കർത്തൃമേശയ്ക്ക് വേണ്ടി ഇരുന്നിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും അവർ അപ്പം നുറുക്കേണ്ടതിന് ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പം നുറുക്കുവാൻ ഒരുമിച്ച് കൂടുന്ന സാഹചര്യത്തിൽ തന്നെത്താൻ ശോധന ചെയ്യുന്നത് അതിപ്രധാനമായ ഒരു കാര്യമായിരുന്നു. ഇങ്ങനെ ഓർത്ത് മാനസാന്തരപ്പെട്ട്